വചനോപാധിയും മന്ത്രോപാധിയുമായ ബിംബത്തെ മായ പത്മത്തെയാണ് പിന്നീട് പൂജിക്കുന്നത്. ഈ താമരയ്ക്ക് 8 ദളങ്ങളുണ്ട്. അവ അവധാനം പ്രതിഷ്ഠിക്കുന്നു. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദം. ജീവന്റെയും പ്രപഞ്ചത്തിന്റെയും സൃഷ്ടിയുടെ മാതൃകയിൽ ഈശ്വരന്റെ ബിംബോപാധിയോട് കൂടിയ ശരീരം പ്രതിഷ്ഠിക്കുമ്പോൾ ആചാര്യൻ ന്യാസമെന്ന നിർമ്മാണ പ്രക്രിയ കൂടി നിർവഹിക്കുന്നുണ്ട്. സൃഷ്ടിയോടുകൂടി ശരീരത്തിന്റെ വളർച്ചയോടൊപ്പം മനസ്സ്, ബുദ്ധി, വ്യക്തിത്വം, ചേതന എന്നിവയും വികസിക്കേണ്ടതുണ്ട്. ഇതിനായി ആചാര്യൻ പ്രതിഷ്ഠയിൽ കല, തത്വം, ഭുവനം, വർണ്ണം, പദം, മന്ത്രം എന്നീ 6 ന്യാസങ്ങളെ ക്രിയ ചെയ്ത് സമർപ്പിക്കുന്നു. മൂലപ്രകൃതി രൂപമായ പീഠത്തെയും മൂലം കൊണ്ട് പുരുഷസ്വരൂപമായ ബിംബത്തെയും ഒന്നിപ്പിച്ച ശേഷം ആ 2 തേജസ്സുകളുടെയും പരസ്പര സങ്കലനത്തിന്റെ ഉറപ്പിനായി അഷ്ടബന്ധമിടുന്നു. ബിംബവും പീഠവുമായുള്ള ബന്ധത്തിന്
താന്ത്രിക സാങ്കേതമനുസരിച്ച് നിർമ്മിക്കുന്ന ദിവ്യമാധ്യമമാണ് അഷ്ടബന്ധം. അഭിഷേകജലം പീഠത്തിന്റെ നാളത്തിലേക്ക് ഇറങ്ങാതെ പുറത്തേക്കൊഴുകുവാനും അഷ്ടബന്ധത്തിന്റെ പ്രയോഗം കൊണ്ട് സാധിക്കുന്നു. ശംഖുപൊടി, ചെഞ്ചില്ലം, കടുക്കത്തോട്, കോലരക്ക്, കോഴിപ്പരൽ, തേരാളും മണൽ, നെല്ലിക്ക, നൂൽപ്പഞ്ഞി എന്നിവയാണ് അഷ്ടബന്ധത്തിനുപയോഗിക്കുന്ന കൂട്ടിന്റെ ചേരുവകൾ. ലോകത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ പ്രകൃതി പുരുഷ ബന്ധം ഉറപ്പിക്കുക എന്നതിന്റെ പ്രതീകാത്മക കർത്തവ്യമാണ് അഷ്ടബന്ധമെന്ന അപൂർവ ക്രിയ നിർവഹിക്കുന്ന ദൗത്യം. ദേവന്റെ പരിവാരങ്ങൾക്കും ധ്വജദേവതകൾക്കുമുള്ള പൂജകളും യഥോചിതം ഇതേ സമയം നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. ഇവിടെ പൂജിക്കപ്പെടുന്ന ബിംബത്തിലും അവയ്ക്കിരുവശമായി സങ്കല്പിക്കപ്പെടുന്ന ബ്രഹ്മാണ്ടത്തിലും പിണ്ടാണ്ടത്തിലും അടങ്ങിയിരിക്കുന്നത് ഒരേ ജീവാദി തത്വമാണ്. സത്വരജസ്തമോ ഗുണങ്ങളിൽ നിന്നുത്ഭവിച്ച ജീവാദി തത്വങ്ങൾ പ്രസ്തുത ശരീരത്തിന്റെ ഘടനയും ജീവനുമാണ്. ഈ സങ്കല്പങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ബിംബപ്രതിഷ്ഠ നടത്തുന്ന ആചാര്യൻ ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ജീവാദികൾക്കും പ്രാണാദികൾക്കും പഞ്ചഭൂതാദികൾക്കും വേണ്ടി സപ്തശുദ്ധി ചെയ്യുന്നു. ഇവിടെ പ്രതിഷ്ഠിക്കപ്പെടുന്നത് കേവലം ഒരു ബിംബമല്ല, മറിച്ച് വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യധാരയുടെ ശക്തിയെ ആവാഹിച്ച് ബിംബമായി പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. ശബരീശ സന്നിധിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന കന്നിമൂല ഗണപതി ഭഗവാന്റെ സമഭാവനയിൽ കൃഷ്ണശിലയിൽ തീർത്ത ഗണേശ വിഗ്രഹവും മീനം രാശിയുടെ ശുഭമുഹൂർത്തത്തിൽ തന്ത്രവിധിപ്രകാരം ഇവിടെ പ്രതിഷ്ഠിക്കപ്പെടുകയുണ്ടായി. ഭഗവാന്റെ ഭർതൃപദം അലങ്കരിക്കുവാനുള്ള പ്രതീക്ഷയുമായി മാളികപ്പുറത്ത് വാഴുന്ന ഭഗവതിയുടെ കണ്ണാടി ബിംബമാണ് ഈ ശുഭവേളയിൽ ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടത്. അഷ്ടൈശ്വര്യങ്ങളേകി കഷ്ടതയകറ്റുമമ്മേ, എല്ലാം നഷ്ടമായ ഞാൻ നിഷ്ഠയാൽ പ്രണമിപ്പൂ.